മഹാനായ മുത്ത് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത്, മഹാന്മാരായ പ്രവാചകന്മാരുടെ കാലത്ത് സന്താന സൗഭാഗ്യമില്ലാത്തവർ ആരുടെ ഖബറിൽ പോയിട്ട് തൊട്ടിൽ തുലാഭാരം നടത്തിയിട്ടാ കുഞ്ഞുണ്ടായിരുന്നു ചിന്തിച്ചോ? കുഞ്ഞില്ലാത്തവർക്ക് കുഞ്ഞിന് നൽകുന്ന ജാറം, സ്പെഷ്യലൈസ്ഡ് ജാറങ്ങൾ, അപസ്മാര രോഗിക്ക് അപസ്മാരം മാറ്റുന്ന ജാറങ്ങൾ, പേപ്പട്ടി വിഷ സർപ്പവിഷ നിവാരണത്തിന്റെ കേന്ദ്രങ്ങൾ, ഖബർ സിയാറത്ത് ഇസ്ലാമിലുണ്ടെന്ന് വിചാരിച്ചിട്ട് ഖബറുകൾ പോയി സിയാറത്ത് എന്ന ഓമന പേരിട്ടിട്ട് പൂജ നടത്താൻ നമ്മുടെ നേതാവ് കരളിന്റെ കഷ്ടമായ റസൂലുള്ള സമ്മതിച്ചിട്ടില്ല. നിങ്ങൾ സിയാറത്തിന് പൊയ്ക്കോ, നിങ്ങളുടെ ഉത്തരവാദപ്പെട്ട ആളുകളില്ലേ പള്ളിക്കാട്ടിൽ മറവിട്ട് കിടക്കുന്നു, ഉമ്മയും ഉപ്പയും ഒക്കെ മറവിട്ട് കിടക്കുന്ന സ്ഥലങ്ങളിലെ അവിടെ പോയിട്ട് എന്റെ ഉപ്പക്ക് പുറത്തു കൊടുക്കണേ റഹ്മാനേ, എന്റെ മാതാവിനോട് പുറാനേ എന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യാനും, ഖബറുകൾ പോയിട്ട് ആ മരിച്ചവരുടെ ഖബർ കാണുമ്പോ ഇതുപോലെ തന്നെ ഞാനും ഒരു ദിവസം വന്നു കിടക്കേണ്ടവനല്ലേ എന്ന മരണത്തിന്റെ ചിന്തയുണ്ടാകുവാൻ, പരലോകത്തിന്റെ ചിന്തയുണ്ടാകുവാനൊക്കെ സിയാറത്തിനെ പ്രവാചകൻ അനുവദിച്ചു തന്നതിന്റെ മറവിൽ ആഗ്രഹങ്ങൾ സഫലീകരിച്ചു കിട്ടാൻ ഖബറുകളിലേക്ക് പോയാൽ ഔലിയാക്കന്മാര് ഖബറിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് പോലും സഹായിക്കുമെന്ന് പഠിപ്പിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, ഇത് ഖുർആനിന്റെ ആശയമാണോ? റസൂലുള്ള പഠിപ്പിച്ച ദീനാണോ? ചിന്തിച്ചു നോക്കിയോ? എന്താണ് ഖബറുകൾ പോയാൽ മഹാത്മാക്കളോട് ഖബറുകൾ പോയി സഹായം തേടിയാൽ അവിടെ ഒരു വേള ഖബറിൽ നിന്ന് അവർ തന്നെ പുറത്തേക്ക് വന്നേക്കുന്നതാണ്. അവരെങ്ങനെ പുറത്തേക്ക് വരിക? എന്നിട്ടൊരു കെട്ടുകഥയുണ്ടാക്കി അഹ്മദുൽ കബീർ റിഫാഴി മദീനത്ത് റസൂലുള്ളാഹിയുടെ ഖബറുകൾ പോയിട്ടൊരു പദ്യം ചൊല്ലിയത്രേ. എന്താണ് ആ പദ്യമെന്നോ? في حالة البعد روحي كنت أرسلها تقبل الأرض عني وهي نائبتي فهذه نوبة الأشباح قد حضرت فامدد يديك لكي تحظى بها شفتي. ഓ പുന്നാര നബിയേ, വർഷം തോറും എന്റെ ആത്മാവിനെയാണ് എനിക്ക് പകരമായിട്ട് ഞാൻ ഇങ്ങോട്ട് വിടാറുള്ളത്. ഇന്നിതാ അങ്ങയുടെ തിരുഹദറത്തിൽ ശരീരം കൊണ്ട് തന്നെ ഞാനിതാ വന്നു നിൽക്കുകയാണ്. അതുകൊണ്ട് ഫംദുദ് യമീനക കൈ തുഹ്ദാ ബിഹാ ശഫതി, എന്റെ ആഗ്രഹം കൊണ്ട് പറയുകയാണ്, എന്റെ ഈ ചുണ്ടുകൾ കൊണ്ട് അവിടുത്തെ കൈയൊന്ന് ഞാനൊന്ന് മുത്തട്ടെ, കൈയൊന്ന് ഇങ്ങോട്ട് നീട്ടിത്തരണേ എന്റെ ഹബീബായ നബിയേ എന്ന അഹ്മദുൽ കബീർ അങ്ങ് പ്രാർത്ഥിച്ചപ്പോ ഫഅഖ്റജ യദഹു റസൂലുള്ളാഹ് തന്റെ കൈ അങ്ങ് പുറത്തേക്ക് ഇട്ടു. വേറെ റിപ്പോർട്ടിലുള്ളത് റസൂലുള്ളാഹ് ഖബറിൽ നിന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് വന്ന് ഒന്ന് മുആനഖത്ത് ചെയ്തിട്ട് തിരിച്ചുപോയി എന്നാണ്. നോക്കണം നിങ്ങൾ, ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോടാ പറഞ്ഞത്? റസൂലുള്ളാഹ് ഇങ്ങനെ ആരോടാ സിയാറത്ത് ചെയ്യാൻ പറഞ്ഞത്? ഖബറിൽ അല്ലാഹു ഒരു മലക്കിനെ ഏർപ്പെടുത്തിയിട്ടുണ്ട് സഹായം ചെയ്യാൻ, അല്ലെങ്കിൽ ഞാൻ തന്നെ ഖബറിൽ നിന്ന് പുറത്തിറങ്ങി വരും മടക്ക് എന്ന് റസൂലുള്ളാഹ് പറഞ്ഞോ? അങ്ങനെയുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇല്ല. എന്നിട്ട് നമ്മളിവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടും അവിടെ പോയിട്ടും പോകാതെയും റസൂലുള്ളാഹിനോടും തേടുകയാണ്. മുസ്ലിമീങ്ങൾക്ക് തവാഫ് ചെയ്യാനും സഅയ് നടത്തുവാനുമുള്ള കേന്ദ്രം അള്ളാഹുവിന്റെ റസൂൽ നിശ്ചയിച്ചു തന്നത് മക്കയിലെ ആ ഹറമാണ്, വിശുദ്ധ കഅബാലയമാണ്, സഫാ മർവക്കിടയിലുള്ള സ്ഥലമാണ്. ആദരപൂർവ്വം മൗലിദ് കിതാബിൽ പാരായണം ചെയ്യുന്ന നഫീസത്ത് ബീവിയോട് വിളിച്ചുകൊണ്ട് പറയുന്ന പദ്യം കേട്ടിട്ടുണ്ടോ? فادخل وطف واسعى وسل بتأدب ما تشتهيه ونادها يا طاهرا إني قصدتك مستغيثا لا إذا أبغي الندى من كف طاهرا يا أم قاسم الغياث فإنني عبد ضعيف الحال أيديه قاصرا. ഓ നഫീസത്ത് ബീവി, അങ്ങയുടെ ഖബറിലേക്ക് ഇതാ വരുന്നതിന്റെ ശർത്ത് കേട്ടോ. വദുഖുൽ, മൗലിദുകാരൻ നമ്മളോട് പറയുകയാണ്, നഫീസത്ത് ബീവിയുടെ ഖബറിലേക്ക് പ്രവേശിച്ചോ. വതുഫ്, നീ തവാഫ് ചെയ്തോ. വസ്ആ, നീ സഅയും നടത്തിക്കോ. എന്നിട്ട് വസൽ ബിതഅദ്ദുബിൻ, അതബോടെ ഒതുക്കത്തോടെ അടക്കത്തോടെ നിന്നിട്ട് നഫീസത്ത് ബീവിയോട് നീ വിളിക്കണം, യാ താഹിറ, പരിശുദ്ധയായ ബീവി, ഇന്നി ഖസതുകി മുസ്തഗീസൻ ലാ ഇദാ
അങ്ങയുടെ ഖബറിലേക്ക് ഞാൻ വന്നിരിക്കുന്നത് വഹാബി മൗലവി കാസർകോട് അണങ്കൂർ ഗ്രൗണ്ടിൽ പ്രസംഗിച്ച മരണചിന്തയെ കിട്ടാൻ വേണ്ടിയല്ല, അങ്ങയുടെ പാപം പൊറുക്കണേ എന്ന് ദുആ ചെയ്യാനുമല്ല. ഇന്നി ഖസത്തുകി മുസ്തഗീസൻ ലാ ഇദാ, അഭയം ചോദിച്ചുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, സഹായം ചോദിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അവിടുത്തെ ഔദാര്യത്തിന്റെ കയ്യിൽ നിന്ന് എനിക്ക് ഔദാര്യം നൽകിയാലും യാ ഉമ്മ ഖാസിം അൽ ഗിയാസ്, ഓ ഖാസിമിന്റെ ഉമ്മയായവരെ എന്നെ സഹായിക്കണമേ എന്ന് വിളിച്ചു തേടുകയാണ്. പ്രിയപ്പെട്ട മുസ്ലിമേ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ നേതാക്കന്മാർ കഴിഞ്ഞു പോയിട്ടില്ലേ, എത്രയോ സാലിഹത്തുകൾ കഴിഞ്ഞു പോയിട്ടില്ലേ. സിദ്ദീഖത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മ മറിയം ബീവി കഴിഞ്ഞു പോയിട്ടില്ലേ. റസൂലുള്ളാഹിയുടെ കാലത്ത് ഏതെങ്കിലും ഒരു ഓ വലിയത്തല്ലാഹി മറിയം, ഓ വലിയത്തല്ലാഹി മറിയം എന്ന് മറിയം ബീവിയെ വിളിച്ചുകൊണ്ട് തേടിയിട്ടുണ്ടോ? സന്താനങ്ങളില്ലാത്ത എത്രയോ ജനങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരാരെങ്കിലും സന്താനലബ്ധിക്കായി ഖബറുകൾ തെരഞ്ഞു പോയിട്ടില്ല. ഇബ്രാഹിം നബി സന്താനമില്ലാതെ കരഞ്ഞവരാണ്, സക്കരിയ നബി സന്താനമില്ലാതെ കഷ്ടപ്പെട്ടവരാണ്. ഒക്കെയും അല്ലാഹുവിനോടല്ലേ തേടിയത്, റബ്ബിനോടല്ലാതെ സന്താനത്തെ തേടാൻ ഇവിടെ എന്തൊരു അഭയകേന്ദ്രമാണുള്ളത്. യഹബു ലിമൻ യശാഉ ഇനാസാ വയഹബു ലിമൻ യശാഉ ദുകൂർ ഔ യുസവ്വിജുഹും ദുക്റാനം വഇനാസാ ويجعل من يشاء عقيما. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക്